നമ്മൾ ഈ പുതിയൊരു കാലത്ത് പൊതുവെ കണ്ടുവരാറുള്ള ഒരു ട്രെൻഡാണ് വിവാഹം വളരെയധികം ലേറ്റാക്കിക്കുക. കുട്ടികൾ പഠനമൊക്കെ കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളൊക്കെ ജോലിയൊക്കെ ചെയ്ത് ചിലപ്പോൾ അതിനിടയ്ക്കൊന്ന് വിദേശത്തൊക്കെ ഒന്ന് പോയി ലൈഫൊക്കെ ഒന്ന് സെറ്റിലായി ഒരു വീടും കാറും ഒക്കെ ആയതിനു ശേഷം മതി വിവാഹം എന്ന് തീരുമാനിക്കുന്ന ആളുകൾ വരെ ഉണ്ട്. ഇതിൻ്റെ നേരെ മറുവശത്ത് ഇസ്ലാമൊക്കെ വിവാഹത്തെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മളോട് വളരെ നേരത്തെ തന്നെ കഴിയുമെങ്കിൽ വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിവാഹം വൈകിപ്പിക്കുന്നത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാം ഒരു മധ്യമമായ നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇസ്ലാം ഒരിക്കലും നമ്മളെല്ലാവരും പ്രായപൂർത്തിയായാൽ ഉടനെ തന്നെ വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നേരത്തെ വിവാഹം ചെയ്തോളൂ. തീർച്ചയായിട്ടും വിവാഹം എന്നുള്ളത് എൻ്റെ ചര്യയാണ്, ആ ചര്യ നിങ്ങൾ പിൻപറ്റണം എന്നൊക്കെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തെറ്റായ വഴിയിലേക്ക് പോകാതിരിക്കാനാണ്, നമ്മൾ അവിഹിതമായ മാർഗങ്ങളിലേക്ക് പോകാതിരിക്കാനാണ്. തീർച്ചയായിട്ടും ഒരു പ്രായപൂർത്തിയായ ഒരാൾക്ക് ശാരീരികമായ ലൈംഗികമായ താല്പര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിന് ഹലാലായ മാർഗം നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ. അതാണ് വിവാഹം. അതുകൊണ്ടാണ് ഇസ്ലാം നേരത്തെ വിവാഹം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. അതല്ലാതെ വിവാഹത്തോടോ ലൈംഗികതയോടോ യാതൊരു താല്പര്യമില്ലാത്ത ആളുകളെയൊക്കെ അവർ പ്രായപൂർത്തിയായ ഉടനെ തന്നെ വിവാഹം കഴിപ്പിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും ഒരാൾക്ക് വിവാഹം കഴിക്കാതെ ജീവിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നുണ്ട്. ഇസ്ലാമിലെ മഹാപണ്ഡിതന്മാർ തന്നെ പല ആളുകളും വിവാഹം ചെയ്യാത്തവരായിട്ട് നമുക്ക് കാണാം. വിവാഹത്തെക്കുറിച്ച് ഇസ്ലാം 2 സംഗതികളാണ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിലൊന്ന്, നമ്മൾ വിവാഹം ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ടായിട്ടും ദൈവത്തിൻ്റെ പ്രീതി വിചാരിച്ച് വിവാഹം ചെയ്യാതിരിക്കുക എന്നുള്ളത് തെറ്റാണ്. അതായത് സന്യാസം സ്വീകരിക്കുക എന്നുള്ളത്. താല്പര്യമുണ്ടായിട്ടും നമ്മൾ വിവാഹം ചെയ്യാതിരിക്കുക എന്നുള്ളത് പ്രകൃതി വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ദൈവത്തിൻ്റെ പ്രീതിയില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ അധ്യാപനം. രണ്ടാമത് ഇസ്ലാം പറയുന്നത്, വിവാഹത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്തോഷങ്ങൾ, സുഖങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വിവാഹത്തിലൂടെ മാത്രമേ ആകാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരാൾ വിവാഹം ലേറ്റ് ആക്കിക്കുന്നു എന്ന് വിചാരിച്ച് അതൊരു തെറ്റല്ല. ഇനി ഒരാൾ വിവാഹം തന്നെ വേണ്ട എന്ന് തീരുമാനിച്ചാൽ അതും തെറ്റല്ല. അതേ സമയത്ത് അത് മറ്റ് തെറ്റുകളിലേക്ക് നയിക്കരുതെന്ന് മാത്രം. അത് അവിഹിതമായ ബന്ധങ്ങളിലേക്കോ അനർത്ഥങ്ങളിലേക്കോ നയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു വലിയ തെറ്റ് തന്നെയായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇതിലൊരു വളരെ മിതത്വമായ സമീപനമാണ് ഇസ്ലാം സ്വീകരിച്ചത്. എല്ലാവർക്കും അതിനുള്ള ചോയ്സ് ഉണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ദൈവം നിശ്ചയിച്ച ചില പരിധികളുണ്ട്. ആ പരിധികൾ നമ്മൾ ലംഘിക്കരുതെന്ന് മാത്രം.